അല്ലാഹുവേ, ഈ സദസ്സിൽ ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറഞ്ഞത് കാരണം അവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. നല്ല വാക്കുകൾ കേൾക്കുന്നത് രോഗത്തിൻ്റെ ശമനമുണ്ടാക്കും. നല്ല ആളുകൾ വരുന്നതും അവർ തൊടുന്നതും അവരെ കാണുന്നതും രോഗത്തിന് ശിഫാഇനെ തരും. മനസ്സിലാവുണ്ടോ? ബാംഗ്ലൂരൊക്കെ പോയാൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച, നിസ്കരിച്ച് ഇറങ്ങുമ്പോണ്ടാവും കുറെ പെണ്ണുങ്ങൾ ഇങ്ങനെ പിള്ളേരെയും കൊണ്ടിരിക്കണത്. എന്താ അത്? നിസ്കരിച്ച് ഇറങ്ങണ ആള് മന്ത്രിച്ച് ഊതാൻ വേണ്ടിയിട്ട്. മന്ത്രിക്കൊന്നുമില്ല, ചുമ്മാ ഊതും. ഞാൻ കണ്ടതാണ് ഒരു പ്രാവശ്യം ബൊമ്മനഹള്ളിയിൽ. അവിടെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ മൈരൂസ് സ്കെച്ച് ഇറങ്ങുമ്പോൾ ആളുകളൊക്കെ ഉണ്ട് ഇങ്ങനെ ക്യൂ നിൽക്കണം. ഞാൻ കരുതി പിരിവിന് ക്യൂ നിൽക്കില്ല, എല്ലാവരും പാടെ പല ഭാഗത്തായിട്ടാണ് നിൽക്കുക. സംഭാവന വാങ്ങാൻ നിൽക്കൽ. ഇതപ്പടെ ക്യൂ അല്ല, അതബിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് പിള്ളേർ എടുത്തിട്ട്, തള്ളാര് പെണ്ണുങ്ങളെ. അപ്പൊ ഇറങ്ങുന്ന ആളൊക്കെ ഇങ്ങനെ ഊതിക്കൊണ്ട് പോവാണ്. എന്തോ ചെല്ലുന്നുണ്ടോ? ഒന്നും ചെല്ലണ്ട, മന്ത്രിക്കാന്ന് പറഞ്ഞാൽ ചെല്ലൊന്നും വേണ്ട. നല്ല മനസ്സോട് ഊതിയാൽ തന്നെ ഷിഫായിനെ കിട്ടും. മനസ്സ് നല്ലതല്ലാത്തവൻ ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചാലും ഷിഫ കിട്ടുകയും ചെയ്യില്ല. അങ്ങനെയുണ്ട്. മനുഷ്യന്മാരോട് സ്നേഹവും കൃപയും വാത്സല്യമൊക്കെ ഉള്ള ആള് ഒന്നും പറയാതെ ഊതിയാലും ഷിഫ. ഇതൊന്നുമില്ല. മനുഷ്യന്മാരോട് വെറുപ്പാണ്, മനുഷ്യന്മാരെ അംഗീകരിക്കൂല, മനുഷ്യന്മാരോട് പരിഗണിക്കൂല. അയാളുടെ കാര്യം മാത്രം നോക്കി നടക്കണം. ഖുർആൻ മുഴുവൻ ഓതിയിട്ട് മന്ത്രിച്ചാലും ഷിഫയാവൂല. അത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ചരിത്രത്തിൽ പഠിക്കാൻ കഴിയും നിങ്ങൾക്ക്. എൻ്റെ വിഷയം അതല്ല, ഞാൻ അങ്ങോട്ട് പോവല്ല. ഒരു അനുഭവം, ഒരു കാര്യം പറയുന്നതിനിടയിൽ പറഞ്ഞു വന്നെന്താണ്? ആരോഗ്യത്തോടെ ഭൂമിയിൽ ജീവിക്കുക എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. ഇവിടെ ഉസ്താദ് വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ആരാധനക്ക് വേണ്ടിയല്ലാതെ. അപ്പൊ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ ശരീരത്തിന് സിഹത്ത് വേണം, ഖുവ്വത്ത് വേണം, നശാത്ത് വേണം. ഫത്ഹുൽ മുഈനിൽ പ്രത്യേകം തന്നെ എഴുതിയിട്ടുണ്ട്, നശാത്ത്. നിസ്കാരത്തിലേക്കൊക്കെ പോകേണ്ടത് ഉന്മേഷത്തോടു കൂടിയാണ്, ഉറക്കം തൂങ്ങിയ അവസ്ഥയിലല്ല. അപ്പൊ ആരോഗ്യം വലിയ നിഅമത്താണ്. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് തരട്ടെ. മതം, വിശുദ്ധ ഇസ്ലാം മനുഷ്യന്റെ ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകിയ മതമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും വലിയ ആരോഗ്യത്തോടെ ജീവിച്ചവരാണ്. മനസ്സിലാക്കണം. നമ്മുടെ നേതാവ് എന്ന് പറഞ്ഞിങ്ങനെ ഒടിഞ്ഞു തൂങ്ങുന്ന ശരീരം കൊണ്ട് ജുമാക്കൊക്കെ വന്നിട്ട് പള്ളിന്റെ ചുമര് നോക്കിയിരിക്കണ ആളൊന്നുമല്ല. പള്ളിയിലൊക്കെ തൂണില്ലെങ്കിൽ ചില ആള് ജുമാക്കന്നെ വരൂല്ല എന്ന് എൻ്റെ പേടി. നബി സല്ലല്ലാഹു വയസ്സുള്ള ആൾ ഇരുന്നോളിട്ടോ, വയസ്സുള്ള ആൾ ചാരി ഇരുന്നോളി. ഞാൻ വയസ്സുള്ള ആളെന്ന് എൻ്റെ പ്രസംഗത്തിൽ കൂട്ടണയിൽ നിങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നരുത്. ഞാൻ ചെറിയ ആളുകളുടെ വിഷയം പറയുള്ളൂ. ചെറുപ്പക്കാരുടെ കാര്യമാണ് പറയുന്നത്. നേരത്തെ ഇവരെ പള്ളിയുടെ പിറകിൽ ആ ചുമര് ചാരിയിരിക്കുക. ഏറ്റവും ശക്തനായ ഒരു നേതാവിന്റെ അനുയായികളാണ് നമ്മൾ. അപ്പൊ ആരോഗ്യം എന്നുള്ളത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരു മുസ്ലിം വിശ്വാസിയാവുന്നതോടുകൂടി ആരോഗ്യവാൻ കൂടിയാവണമെന്നാണ് മതത്തിന്റെ താല്പര്യം. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് മുസ്ലിമിൽ ബാബുൽ ഖദർ എന്ന അധ്യായത്തിൽ ഒരു ഹദീസ് പറയുന്നു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ്. അല്ലാഹുവിങ്കൽ ഏറ്റവും ഖൈറായവൻ, അല്ലാഹുവിന്റെ അടുത്ത് വലിയ ഖൈറായ ആള്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളയാൾ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളയാള്, ഏറ്റവും ഖൈറായവൻ അൽ ഖവിയ്യു, ശക്തിയുള്ള സത്യവിശ്വാസിയാണ്. അൽ മുഅ്മിനുൽ ഖവിയ്യു, ശക്തിയുള്ള സത്യവിശ്വാസിയാണ്. മിനൽ മുഅ്മിനിൽ ലഈഫ്, ശാരീരിക ക്ഷമത കുറഞ്ഞു പോയ ആളുകളെക്കാൾ. ഇത് രോഗം വന്ന ആളുകളെ നിസ്സാരമാക്കിയിട്ട് പറഞ്ഞ ഹദീസൊന്നുമല്ല, ളുഅഫായിനെ ചെറുതാക്കി പറഞ്ഞൊന്നുമല്ല. ഈ ഹദീസ് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, നീ ജീവിക്കണ കാലം മുഴുവൻ ആരോഗ്യത്തോടെ ജീവിക്കാൻ ശ്രമിച്ചോളി എന്ന മോട്ടിവേഷനാണ്, താല്പര്യം ജനിപ്പിക്കലാണ്. അതിപ്പോ അങ്ങനെ തന്നെയാണല്ലോ. വീട്ടിൽ ഏറ്റവും നന്നായി പഠിക്കണ കുട്ടികളോട് മാതാപിതാക്കൾക്ക് ഇത്തിരി സ്നേഹം കൂടും.
ക്ലാസ്സിൽ ഏറ്റവും പഠിക്കണ ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ അധ്യാപകന്മാർക്ക് അധ്യാപികമാർക്ക് അവരോട് ഇത്തിരി സ്നേഹം കൂടും. എന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹത്തെ മനസ്സിലാക്കുകയും അതിനെ പരിപാലിക്കേണ്ടുന്ന രൂപത്തിൽ പരിപാലിക്കുകയും അതിനെ നിലനിർത്തുകയും ചെയ്തവരോടാണ് അല്ലാഹുവിന് കൂടുതൽ താല്പര്യം. അല്ലാഹുവിങ്കൽ കൂടുതൽ ഖൈറായവൻ മിനൽ മുഅ്മിനിൽ ലഈഫ്. ജീവിതത്തിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ശരീരം തളർന്നു പോയ ആളുകളെക്കാൾ അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ആരോഗ്യമുള്ള ആളാണ്, സ്വഹാബത്ത് വലിയ ആരോഗ്യവാന്മാരാണ് എന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിൽ രോഗികൾ ഉണ്ടായിട്ടില്ലേ? രോഗികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. രോഗം രണ്ട് രൂപത്തിലാണ്, പരീക്ഷണ രോഗം, ശിക്ഷാരോഗം. നമുക്കൊന്നും പരീക്ഷണ രോഗം വരില്ല. പരീക്ഷണ രോഗം വരിക എന്നുള്ളത് വലിയ കാര്യമാണ്, അതൊരുപാട് അനുഗ്രഹങ്ങൾ നേടാൻ പറ്റുന്ന കാര്യമാണ്. ശിക്ഷാരോഗം എന്ന് പറയുന്നത് വകുപ്പ് മാറ്റാ. മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ശിക്ഷാരോഗത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കേണ്ടത് രോഗങ്ങൾ എല്ലാവർക്കും ഒരേ രൂപത്തിൽ വരുന്നതല്ല. ചില ആളുകൾക്ക് അല്ലാഹു തന്റെ അടിമയെ പരീക്ഷിക്കാൻ വേണ്ടി രോഗം തരും. നബി അയ്യൂബ് അലൈഹിസ്സലാമിനെ പോലെയുള്ള അമ്പിയാക്കൾക്ക് അല്ലാഹു പരീക്ഷണാടിസ്ഥാനത്തിൽ രോഗം കൊടുക്കും. അതുപോലെ മഹാന്മാരായ ഔലിയായിനും അല്ലാഹു രോഗം കൊടുക്കും പരീക്ഷിക്കാൻ. എൻ്റെ അടിമ ഞാൻ കൊടുത്ത രോഗത്തിൽ ക്ഷമിക്കുന്നുണ്ടോ? ആ അവസ്ഥയെ അവർ തൃപ്തിപ്പെടുന്നുണ്ടോ? ക്ഷമയും തൃപ്തിയും രണ്ടാണ്. ഒന്ന് ക്ഷമിക്കുക, അള്ളാഹു തന്ന രോഗമല്ലേ, ക്ഷമിക്കാം. ഒന്ന് തൃപ്തിപ്പെടുക ആ അവസ്ഥയെ. എൻ്റെ പരിപാലകനായ രക്ഷിതാവ് എനിക്ക് ഈ അവസ്ഥയാണ് തന്നിരിക്കുന്നത്, റളീന ബില്ലാ. എൻ്റെ രക്ഷിതാവ് എനിക്ക് ഈ അവസ്ഥ തന്നിരിക്കുന്നു, റളീന ബില്ലാ. ഇത് ക്ഷമയല്ല, ഇത് തൃപ്തിയാണ്. അതിനേക്കാൾ ഗ്രേഡ് കുറഞ്ഞതാണ് ക്ഷമ. അപ്പൊ പറഞ്ഞു വന്നത്, ഇസ്ലാം ആരോഗ്യത്തിന് വലിയ പ്രാധാന്യം നൽകിയ മതമാണ്. വിശ്വാസം എന്ന, ഈമാൻ എന്ന നിഅമത്ത് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ അല്ലാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് ശരീരത്തിന്റെ സിഹത്താണ്, ആരോഗ്യമാണ് എന്നത് നാം മനസ്സിലാക്കി വെച്ചിട്ട് വേണം ഈ ക്ലാസ് ശ്രദ്ധിക്കാൻ. സാധാരണ പലപ്പോഴും സ്വർഗലോകത്തെ സുഖങ്ങളെ കുറിച്ചാണ് നാം വഅദ് പറയാറുള്ളത്, അല്ലെങ്കിൽ ഖബറിലെയും നരകത്തിലെയും അദാബിനെ കുറിച്ചാണ് വഅദ് പറയാറ്. ഇതാണ് ഏറ്റവും ഉയർന്ന വഅദ്, സംശയമൊന്നും വേണ്ട. വഅദിന്റെ കൂട്ടത്തിൽ ഏറ്റവും നിലവാരമുള്ള വഅദ് എന്ന് പറയുന്നത് മരണത്തെക്കുറിച്ച് പറയുന്ന വഅദ് തന്നെയാണ്, സ്വർഗത്തിലേക്ക് ആഗ്രഹം ജനിപ്പിക്കുന്ന വഅദ് തന്നെയാണ്. ഇപ്പൊ ഇവിടെ പറയുന്ന വഅദ് ഏതാണ്? പ്രസംഗം ഏതാണ്? ക്ലാസ് ഏതാണ്? ദുനിയാവിലെ സ്വർഗം, ദുനിയാവിലെ നരകം. അസ്സിഹ്ഹതു നിഅമത്തും മിനൽ ജന്ന, അസ്സിഹ്ഹതു നിഅമത്തും മിനൽ ജന്ന. ഒരു മനുഷ്യൻ രോഗമില്ലാത്ത ശാരീരിക അവസ്ഥയിലാണ് ഇവിടെ ജീവിക്കണതെങ്കിൽ സ്വർഗീയമായ അനുഗ്രഹം ആസ്വദിക്കുന്നവനാണ്. അൽഹുമ്മാ മിൻ ഫൈഹി ജഹന്നം. രോഗങ്ങൾ അനുഭവിക്കുന്നവനാണെങ്കിൽ നരകീയമായ ചില അവസ്ഥകളെ ആസ്വദിക്കുന്നവനാണ്. മിൻ ഫൈഹി ജഹന്നം. അപ്പൊ നരകീയമായ അവസ്ഥകൾ ഒരാളിൽ വന്നുപെടുക എന്നുള്ളതാണ് സാധാരണക്കാരനെ